നമസ്കാരം. അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ഷനിൽ ഇന്നത്തെ ഈ ക്ലാസ്സിലെ വിഷയം മോക്ക് പോളാണ്. മോക്ക് പോള് നടത്തുന്നത് എങ്ങനെയെന്നും അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദാംശങ്ങളുമാണ് ഈ ക്ലാസ്സിൽ. നമുക്ക് മോക്ക് പോൾ എന്ന് പറയുന്നത് ശരിക്കും ഈ എല്ലാവരെയും ഈ വോട്ടിംഗ് മെഷീനും EVM സിസ്റ്റം ഒക്കെ ഒരു കുഴപ്പവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ശരിക്കും മോക്ക് പോൾ എന്ന് പറയുന്നത്. മോക്ക് പോൾ നടത്തി കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ആ മെഷീനുകൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ റീപ്ലേസ് ചെയ്യുക ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും പറയുന്നത് 90 മിനിറ്റ് മുമ്പ് 7 മണിക്ക് ഇലക്ഷൻ തുടങ്ങുകയാണെങ്കിൽ 5:30 മണിക്ക് 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ മുമ്പ് മോക്ക് പോൾ ആരംഭിക്കണമെന്ന്. ആ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 2 ഏജന്റുമാരെങ്കിലും പോളിംഗ് ഏജന്റുമാരെങ്കിലും പ്രസന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഒരു പോളിംഗ് ഏജന്റും ഈ 90 മിനിറ്റ് മുമ്പ് വന്നില്ല എങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ടും ആരും വന്നില്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാവുന്നതാണ്. എങ്കിലും അപ്പോഴും ഈ ഏജന്റുമാർ വന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ മോക്ക് പോൾ നടത്തേണ്ടതാണ്. അപ്പോൾ ഇനി ആരും വന്നിട്ടില്ല, ഏജന്റുമാർ ആരും ആ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് നമ്മൾ എഴുതാനുണ്ട്. ആ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിൽ നമ്മൾ അക്കാര്യം സൂചിപ്പിക്കേണ്ടതാണ്. ഇനി നമുക്കറിയാം ഇതിന്റെ 3 മെഷീനാണ് നമുക്കുള്ളത്. അതിന്റെ കണക്ഷനെ പറ്റിയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പിന്നെ കൺട്രോൾ യൂണിറ്റ്, VVPAT, ബാലറ്റിംഗ് യൂണിറ്റ് അങ്ങനെയാണുള്ളത്. ഇതിൽ ബാലറ്റിംഗ് യൂണിറ്റും VVPATും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. ഒരു വോട്ടർ ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വോട്ടറിന്റെ വലതുഭാഗത്തായിരിക്കും ബാലറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവുക, ഇടതുഭാഗത്ത് VVPATും. അപ്പോൾ വലതുഭാഗത്ത് വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നീല ബട്ടൺ അമർത്തി വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർക്ക് ഇടതുഭാഗത്തിരിക്കുന്ന VVPATിൽ അത് പ്രിന്റ് ചെയ്തു വരുന്നത്, ആ വോട്ട് ആർക്കാണോ ചെയ്ത വിശദാംശങ്ങൾ പ്രിന്റ് ചെയ്തു വരുന്നത് നേരിട്ട് കാണാവുന്നതാണ്. കൺട്രോൾ യൂണിറ്റ് തേർഡ് പോളിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിലും ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കണക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കണക്ഷൻ എന്ന് പറയുമ്പോൾ ആ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഓൺ ആക്കുന്നതിന് മുമ്പ് ഈ കേബിൾ കണക്ഷൻ കൊടുക്കുക, വയറുകൾ തമ്മിലുള്ള കണക്ഷൻ. അത് പുറകിൽ നിന്ന് മുമ്പോട്ടാണ് കണക്ഷൻ വരേണ്ടത്. നമുക്ക് അതൊക്കെ അറിയുന്ന കാര്യമാണ്, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലെങ്കിലും പറയാണ്. ആദ്യം ബാലറ്റിംഗ് യൂണിറ്റിലുള്ള ആ വയറും പ്ലഗും കൂടി കൊണ്ടുവന്ന് നമ്മൾ VVPATിൽ കണക്ഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം ആ കണക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ റെഡും ബ്ലാക്കും പ്ലഗ് ഒക്കെ ഉണ്ട്. ആ കളറുകളൊക്കെ സെയിം ആകുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. പ്ലഗ് കുത്തി നമുക്കത് ചെയ്യാം. അതിനുശേഷം VVPATിലുള്ള പ്ലഗ് കേബിളും നമ്മൾ ഏതിലേക്ക് കൊടുക്കുന്നു? കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ബാലറ്റിംഗ് യൂണിറ്റ് VVPATിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക്, ഈ രീതിയിലാണ് നമ്മൾ കണക്ഷനുകൾ കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഈ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ VVPATിന്റെ പേപ്പർ റോൾ നോബ് എന്ന് പറയുന്ന ഒരു കറുത്ത നോബ് ഉണ്ട്. പേപ്പർ റോൾ നോബ് എന്ന് പറയും. അത് അൺലോക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക. അപ്പോൾ അത് അൺലോക്ക് ചെയ്താൽ മാത്രമേ അതിൽ പ്രിന്റ് വരികയുള്ളൂ. അല്ലെങ്കിൽ പ്രിന്റ് വരികയുള്ളൂ, മുറിഞ്ഞ് താഴെയും വീഴുകയുള്ളൂ. അപ്പൊ അത് അൺലോക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അൺലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നോബ് വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുക, അതായത് നേരെ മുകളിൽ നിന്നും താഴോട്ടുമുള്ള രീതിയിലേക്ക് വെക്കണം. നമുക്ക് തരുമ്പോൾ ഈ VVPAT ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ആ ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ള VVPATിന്റെ ബാക്കിലുള്ള കറുത്ത നോബ് നമ്മൾ കുത്തനെ വെക്കുക. അതാണ് വെർട്ടിക്കൽ പൊസിഷൻ. കുത്തനെ എന്ന് പറയുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല, താഴെ നിന്ന് മുകളിലേക്ക് ഉള്ള രൂപത്തിൽ വെക്കുമ്പോഴാണ് അത് അൺലോക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അതിൽ പ്രിന്റ് വരുള്ളൂ, മുറിഞ്ഞ് താഴെയും വീഴുള്ളൂ. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ
കൺട്രോൾ യൂണിറ്റിലെ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മെഷീൻ മോക്പോളിൽ മെഷീൻ ഏജന്റുമാരുണ്ടാവും, എല്ലാവരെയും കാണിക്കേണ്ട കാര്യമാണ്. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഈ മോക്പോൾ നമ്മൾ ചെയ്യുന്നത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കുമല്ലോ മിക്കവാറും. അല്ല പുറത്ത് വെച്ചാൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല, അവിടെ തന്നെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന സ്ഥലത്ത് പ്രിസൈഡിംഗ് ഓഫീസർ വേണമെന്നില്ല. നമ്മൾ ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനെ ഈ കമ്പാർട്ട്മെന്റിലും ബാലറ്റിംഗ് യൂണിറ്റ് അമർത്താൻ വേണ്ടി, അതായത് കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് അമർത്താൻ വേണ്ടി മറ്റൊരു പോളിംഗ് ഉദ്യോഗസ്ഥനെയും നിയമിച്ചുകൊണ്ട് അവരെ രണ്ടുപേർക്കും ചുമതല കൊടുത്തുകൊണ്ട് ഈ മോക്ക് പോൾ സംവിധാനം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് മോക്ക് പോൾ നടത്തുന്ന സമയത്ത് കഴിവതും ഏജന്റുമാർ മാത്രം മതി. അല്ലാതെ മറ്റു വോട്ടേഴ്സ് കൂടി ഇതിനകത്തേക്ക് കടന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാസ് കൊടുത്തിട്ടുള്ള ഏജന്റുമാർ മാത്രമായിരിക്കണം അതിനകത്ത് കടന്ന് ഈ മോക്ക് പോൾ സിസ്റ്റം കാണേണ്ടതുള്ളൂ. അതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പോളിംഗ് ഓഫീസറെ ഈ ക്യാബിൽ, അതായത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് നിയോഗിക്കുക, ഒരാളെ ഈ ബാലറ്റിംഗ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ, അവിടെ ബാലറ്റ് പ്രസ് ചെയ്യാനും ചുമതലപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ ചുമതലപ്പെടുത്തുന്ന രണ്ടു പേർക്കും ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവണം. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ രണ്ടുപേരും അല്ലാതെ എല്ലാ ഓഫീസർമാരും, ഇപ്പം 4 ഓഫീസർമാരാണല്ലോ മൊത്തം ഉള്ളത്, ഇൻക്ലൂഡിങ് പ്രിസൈഡിങ് ഓഫീസർ, ഇവരെല്ലാം കൂടി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഏതെങ്കിലും മെറ്റീരിയൽസോ എന്തെങ്കിലും കാണാതെ പോവുക, നഷ്ടപ്പെടു പോവുകയൊക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കഴിവതും മറ്റ് രണ്ടുപേര് എല്ലാവരും കൂടി അതിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കാം. ഈ മെറ്റീരിയൽസൊക്കെ, പോളിംഗ് മെറ്റീരിയൽസും കവേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും അത് ശ്രദ്ധിക്കുകയും ഒന്നിനും ഒരു നഷ്ടം വരാതെ, പിന്നെ എന്ത് സംഭവിക്കുക, ഇത് പൊളിറ്റിക്സ് ആണ്. അപ്പൊ രാഷ്ട്രീയമുണ്ട്, ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, രണ്ടുപേരെ അതിനു വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ചെയ്യാം. ആ ഡെപ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്തിരിക്കണം. നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്, കൊടുക്കേണ്ട ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 50 വോട്ട് ചെയ്താൽ മതി. മോക്ക് പോളിൽ 50 വോട്ട് ചെയ്യാം. അപ്പൊ അത് ഈ കൺട്രോൾ യൂണിറ്റ് സൂക്ഷിക്കുന്ന ഓഫീസർ എന്ത് ചെയ്യണം? 50 തവണയെ ബാലറ്റ് പ്രസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് എങ്ങനെ തിരിച്ചറിയാം? 50 യൂണിറ്റ് പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ടോട്ടൽ ബട്ടൺ ഒന്നും അമർത്താൻ വേണമെന്നില്ല, ഒരു പേപ്പറിൽ ടാലി മാർക്ക് വെച്ചിട്ട് അയാൾക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെ 1 2 3 തൊട്ട് 50 തവണ എഴുതി വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ രണ്ടുപേരെ അതിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്ക് അത് ചെയ്യാം. അപ്പൊ 50 നമ്പർ എഴുതി വെച്ച് 50 തവണ മാത്രമേ ഈ കൺട്രോൾ യൂണിറ്റിന്റെ ബാലറ്റ് പ്രസ് ചെയ്യാവൂ എന്ന് വിചാരിച്ചാൽ മതി. 50 മറ്റേ ആൾ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. മറ്റേ ആൾ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ 51, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 50 നമുക്ക് ലിമിറ്റ് ചെയ്യാമെന്ന്. 50 കൂടിയുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ സമയത്ത് ഈ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും മൊത്തം സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ക്രമത്തിൽ, ഇപ്പോൾ 6 സ്ഥാനാർത്ഥികളാണ് ഉള്ളതെങ്കിൽ 6 സ്ഥാനാർത്ഥികളുടെയും പേര് ക്രമത്തിൽ, ഏത് ക്രമത്തിൽ? ബാലറ്റ് പേപ്പറിൽ എങ്ങനെയാണോ ഉള്ളത് ആ ക്രമത്തിൽ എഴുതി വെക്കുക. താഴെ നോട്ടയുടെയും പേരെഴുതുക. നോട്ടയുണ്ടല്ലോ അതിനകത്ത്. അപ്പൊ നോട്ടാന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി അബോവ് എന്നാണ് ഒരു അർത്ഥം. അപ്പൊ നോട്ടയുടെയും പേരെഴുതി ഒരു വെള്ള പേപ്പറിൽ സൂക്ഷിക്കുക. അതിനുശേഷം അയാളും ഈ ഇപ്പുറത്തുനിന്ന് ബട്ടൺ അമർത്തുന്നു, ബാലറ്റ് അമർത്തുന്നു, അവിടെ വോട്ട് ചെയ്യുക. എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ നോട്ടയ്ക്കും വോട്ട് ചെയ്തിരിക്കണം. അത് തുല്യമാകണമെന്നില്ല, എല്ലാവർക്കും വോട്ട് ചെയ്തിരിക്കണം. അത് ഓരോരുത്തർക്കും എത്ര വീതം വോട്ടാ ചെയ്തെന്നും കൂടി നോട്ട് ചെയ്ത് വെക്കാം ഈ ക്യാബിനിലുള്ള ഉദ്യോഗസ്ഥൻ. അതിനുശേഷമാണ് നമ്മൾ റിസൾട്ട് ബട്ടൺ അമർത്തി റിസൾട്ട് കാണുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായി അത് തമ്മിൽ ടാലി ആവണം. അതാണ് അവിടെ പറയാനുള്ള ഒരു കാര്യം.
അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് വെറുതെ ഞാൻ ഇതിൽ നിന്ന് എടുത്തതാണ്, നമ്മൾ ഹാൻഡ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പോളിംഗ് ബൂത്ത് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു വാതിലിലൂടെ കടന്നുപോയി ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതിൻ്റെ പുറകിൽ പോളിംഗ് ഏജൻറ്റ്സ് ഇരിക്കുന്നു. ഈ ഫസ്റ്റ് സെക്കൻഡിൻ്റെയും ഫേസ് ആയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഇരിക്കുന്നു. വോട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രിസൈഡിംഗ് ഓഫീസറുടെ പുറകിൽ കൂടിയുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോകുന്നു. കുഴപ്പമില്ല, നല്ല സെറ്റിങ്സ് ആണ്. അപ്പോൾ ഈ പൊസിഷൻ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന ക്ലാസ് റൂം. അപ്പോൾ അവിടെ എന്താണോ സ്ഥിതി അതിനനുസരിച്ചിട്ടുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മഷി പുരട്ടുന്ന രീതി എല്ലാവർക്കും അറിയാം. നഖം പൂർണ്ണമായിട്ടും നഖത്തിന്റെ എൻഡ് മുതൽ ആദ്യത്തെ സന്ധി വരെയാണ് വരച്ചിരിക്കുന്നത്. അതും നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് മൂന്നെണ്ണം. പിന്നെ കൺട്രോൾ യൂണിറ്റ്, വി വി പാറ്റ്, പിന്നെ ബാലറ്റിംഗ് യൂണിറ്റ്. അതിൻ്റെ കണക്ഷൻ കണ്ടല്ലോ. ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ വയറ് പോയി വി വി പാറ്റിലേക്ക് പോയിരിക്കുന്നു. വി വി പാറ്റിലെ വയറ് കൺട്രോൾ യൂണിറ്റിലേക്കും പോയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പിന്നെ വി വി പാറ്റിൻ്റെ പേപ്പർ റോൾ നോബ്, ആ കറുത്ത സാധനമാണ് പേപ്പർ റോൾ നോബ് എന്ന് പറയുന്നത്. അത് അൺലോക്ക് ചെയ്ത നിലയിലാവണം എന്നാണ്. ഇപ്പോൾ അത് അൺലോക്ക് ചെയ്ത നിലയിലാണ്. കാരണം ആ നോബിന്റെ ആ സംഭവം കണ്ടല്ലോ, തിരിക്കുന്ന സാധനം വെർട്ടിക്കൽ പൊസിഷനില്ല, താഴേന്ന് മുകളിലോട്ടാണ്. ഇങ്ങനെ കൂടി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യാവൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആദ്യം തന്നെ ഇതെങ്ങനെ നടത്തണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. 50 വാശിയൊന്നും പിടിക്കുന്നില്ല, 51 അതിൻ്റെ എല്ലാം കണക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ട് ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു അഭിപ്രായം എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും കൂടി പോയി അതിനകത്ത് ഉൾപ്പെടുത്തി ആ മോക്ക് പോൾ ചെയ്യാൻ പോയി. അത് വോട്ടിംഗ് അപ്പാർട്ട്മെന്റിൽ എല്ലാവരും കൂടി കയറി ഇപ്പുറത്ത് ഒരാളെ നിർത്തി പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ടിങ്ങിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മളെ ബാക്കിയുള്ള മെഷീൻ വരുന്നില്ല, എല്ലാ മെഷീനൊക്കെ അവിടെ തന്നെയാണ്. എല്ലാ ഫയലുകളും, പിന്നെ അതേപോലെ ഫോംസ്, ബാക്കിയുള്ള റെക്കോർഡ്സ്, മഷി, മാർക്കഡ് കോപ്പി, ഇതെല്ലാം നമ്മൾ അപ്പുറത്ത് വെച്ചിരിക്കുക. ഒന്നിനും നഷ്ടം വരരുത്. അതെല്ലാം ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പ്രിസൈഡിംഗ് ഓഫീസറും മറ്റൊരു ഉദ്യോഗസ്ഥനും അവിടെ നിൽക്കുന്നതാണ് നല്ലത്. മോക്ക് പോൾ ചെയ്യാൻ 2 പേരെ ചുമതലപ്പെടുത്താം. വേണമെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ കൂടി പോകാം, മറ്റേയാളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പോകാം. നമ്മളിത് ഒരുപാട് അത്തരത്തിലുള്ള കേസുകളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൂചന പറയുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെഷീന്, ഇപ്പോൾ എന്ത് നമ്മൾ ചെയ്യുന്നു, ഇത് പ്രോപ്പർ കണക്ഷൻ കൊടുത്തു, മെഷീൻ ഓണാക്കി, കൺട്രോൾസ് പിന്നെ യൂണിറ്റിലെ പവർ സ്വിച്ച് ഓൺ ചെയ്തു, അവിടെ ക്ലിയർ അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മെഷീൻ ക്ലിയർ ചെയ്ത് കാണിക്കുക എന്നുള്ള ഏജൻസിന്. ഇത് ഏജൻസിന്റെ മുമ്പിലാണ് നമ്മൾ ഈ ബോധ്യപ്പെടുത്തൽ നടത്തുന്നത്. അപ്പം മെഷീൻ ക്ലിയർ ചെയ്ത് കാണിക്കുന്നു. ക്ലിയർ ചെയ്ത് കാണിച്ച് എന്തിനു കാണിക്കുന്നു? വോട്ട് അതിനകത്ത് ഇപ്പം നിലവിൽ ഒരു വോട്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷൻ ഉണ്ട്. ആ റിസൾട്ട് സെക്ഷൻ, ഇതൊക്കെ ഈ കൺട്രോൾ യൂണിറ്റ് ഒക്കെ അഴിച്ചു നോക്കുന്നതൊക്കെ തലേന്നൊക്കെ തന്നെ നമുക്ക് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എല്ലാവരെയും. അത് എനിക്ക് തേർഡ് പോളിംഗ് ഓഫീസറെ എനിക്കിട്ട് ഉത്തരവാദിത്തമില്ല, അല്ലെ എനിക്ക് മഷികുത്തൽ മാത്രമേ ഉള്ളൂ, ഞാൻ സെക്കൻഡാണ്. ഈ രീതിയിലുള്ള മാറി നിൽക്കലുകൾ നമ്മൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസറെ എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനും സഹകരിപ്പിക്കാനും തയ്യാറാവണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷനിലുള്ള ഒരു പ്രത്യേക അറയ്ക്കുള്ളിലാണ് ഈ ക്ലിയർ ബട്ടൺ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ അറയ്ക്ക് ശരിക്കും ഒരു ഇന്നർ ഡോറ് ഉണ്ട്, അതിനൊരു ഔട്ടർ കവറും ഉണ്ട്. ഒരു ഇന്നർ ഡോറും ഉണ്ട്, ഒരു ഔട്ടർ കവറും ഉണ്ട്. ഇന്നർ ഡോറിൽ നമുക്ക് ഇന്നർ ഡോർ എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ, റിസൾട്ട്, പ്രിന്റ്, ഈ 3 ബട്ടണുകളാണ്. ആ ബട്ടണുകളെ മൂടിയിരിക്കുന്നതാണ് ശരിക്കും ഇന്നർ ഡോറ് എന്ന് പറയുന്നത്. ക്ലിയർ, റിസൾട്ട്, പ്രിന്റ്. പുറംമൂടി എന്ന് പറയുന്നത് ക്ലോസ് ബട്ടനെ മൂടുന്നതാണ് അതിൻ്റെ പുറംമൂടി. അപ്പോൾ 4 ബട്ടനായി. ക്ലിയർ ബട്ടനെയും റിസൾട്ട് ബട്ടനെയും പ്രിന്റ് ബട്ടനെയും മൂടുന്നതാണ് ഇന്നർ ഡോറ്. ക്ലോസ് ബട്ടനെ മാത്രം മൂടുന്നതാണ് പുറംമൂടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് തുറക്കണം.
അതിന് ആദ്യം ഇടതുവശത്തുള്ള ലാച്ച് ചെറുതായി അകത്തേക്ക് അമർത്തിയിട്ട് പുറംമോടി തുറക്കുക. ആദ്യം നമുക്ക് ഇത് ഡോർ തുറന്ന് പുറംമോടി തുറക്കുന്നതാണ് പറഞ്ഞത്. ആ ലാച്ച് 2 വിരൽ വെച്ചിട്ട് ചെറുതായിട്ട് അകത്തേക്ക് അമർത്തിയിട്ട് വേണം ഇതിന്റെ പുറംമോടി തുറക്കാൻ വേണ്ടി. അതിനുശേഷം റിസൾട്ട് പ്രിന്റ് ബട്ടണുകൾക്ക് മുകളിലുള്ള 2 സുഷിരങ്ങളിലൂടെ തള്ളവിരലും മറ്റൊരു വിരലും കളർത്തി ഉള്ളിലെ ലാച്ചുകൾ ഒരേ സമയം അമർത്തി ഇന്നർ ഡോറ് മുകളിലേക്ക് തുറക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ലാച്ചുകൾ അമർത്താതെ തുറക്കരുത് എന്നാണ്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തിയറി ആയിട്ട് പറയുമ്പോൾ വളരെ ദീർഘമായിട്ട് ഇത് ഒരൊറ്റ സെക്കൻഡിൽ തീരുന്ന തുറന്നു ഒറ്റ 2 സെക്കൻഡ് ആയിക്കോട്ടെ ഉള്ളിലത്തെ ലാച്ച് അമർത്തിയിട്ട് ഇന്നർ ഡോറും കൂടെ തുറക്കുന്ന വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. അപ്പം നമുക്ക് ക്ലിയർ ബട്ടൺ അമർത്തി അടുത്തത് ക്ലിയർ ബട്ടൺ അമർത്തുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിയർ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമുക്ക് കാണിക്കും ഡെലീറ്റിംഗ് പോൾഡ് വോട്ട്സ് എന്ന്. അതിൽ കാൻഡിഡേറ്റ് 1 ടോട്ടൽ കാൻഡിഡേറ്റിനെ കാണിക്കും. ഉദാഹരണത്തിന് 6, കാൻഡിഡേറ്റ് 1 വോട്ട് 0, എല്ലാവർക്കും 0 എന്ന് കാണിച്ച് അവസാനം എൻഡ് എന്ന് കാണിക്കും. ശരിക്കും ഇത് ചെയ്യുമ്പോൾ ബാലറ്റിംഗ് യൂണിറ്റും വിവിപാറ്റും കൺട്രോൾ യൂണിറ്റും പ്രോപ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം ഇത് ക്ലിയർ ചെയ്യാൻ, അല്ലാതെ ക്ലിയർ ചെയ്യരുത്. കൂട്ടത്തിൽ പറഞ്ഞോട്ടെ ഒരു കാര്യം, ചില ഉദ്യോഗസ്ഥന്മാര് ഓഫീസർമാര് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലൊക്കെ തന്നെ എല്ലാ കണക്ഷനും തലേന്ന് തന്നെ കൊടുത്തു വെച്ചു. രാവിലെ ഈ കണക്ഷൻ കൊടുക്കലും ഒക്കെ ബുദ്ധിമുട്ടാന്ന് വെച്ച് യാതൊരു കാരണവശാലും തലേന്ന് ഇത്തരത്തിലുള്ള കണക്ഷനുകൾ കൊടുത്തു വെക്കരുത്. സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ കണക്ഷൻ കൊടുത്തു വെക്കരുത്. അങ്ങനെ കണക്ഷൻ കൊടുത്താൽ അവിടെ വിവിപാറ്റിലാണ് പ്രശ്നം ഉണ്ടാവുക. വിവിപാറ്റ് നമുക്ക് അതിന്റെ പണി തരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തലേ ദിവസം കണക്ഷൻ കൊടുത്തു വെക്കരുത്. നിങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്തു വെച്ചോളൂ, പക്ഷെ കണക്ഷൻ കൊടുത്തു വെക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കറിയാലോ, ക്ലോസ്, അത് കഴിഞ്ഞാൽ റിസൾട്ട് അമർത്തുക, അത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുക. അപ്പൊ CRC എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. CRC ക്ലോസ്, റിസൾട്ട്, ക്ലിയർ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോളിംഗ് ഓഫീസർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ അടുത്ത് വോട്ട് ചെയ്തതിന്റെ റെക്കോർഡ് ഇദ്ദേഹം സൂക്ഷിക്കണം. ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് എത്ര പേര്, എത്ര എണ്ണം വോട്ട് ചെയ്തു, രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് എത്ര എണ്ണം വോട്ട് ചെയ്തു, നോട്ടയ്ക്ക് എത്ര വോട്ട് ചെയ്തു, ഇത്തരത്തിൽ ഒരു കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബാലറ്റ് ബട്ടൺ അമർത്തി. എല്ലാ കണക്ഷനൊക്കെ ഓക്കെയാണ്. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനുണ്ട്. ഇപ്പുറത്ത് ബട്ടൺ അമർത്തുന്നിടത്തും ഒരു പോളിംഗ് ഓഫീസർ ഉണ്ട്. ബാലറ്റ് ബട്ടൺ അമർത്തി. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗത്തിലെ ബിസി ലാമ്പ് ചുവന്ന നിറത്തിൽ തെളിയും. അതായത് കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് അവിടെ തെളിയും. ഇത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്. ഏകദേശം അപ്പോൾ ഓർമ്മിക്കുക, കൺട്രോൾ യൂണിറ്റിലെ ചോപ്പ് ലൈറ്റ് തെളിഞ്ഞു, അതേ സമയത്ത് ബാലറ്റിംഗ് യൂണിറ്റിലെ ലാമ്പ് പച്ച നിറത്തിലും തെളിയും. ഇവിടെ ചോപ്പ് തെളിഞ്ഞു, അവിടെ പച്ച തെളിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബാലറ്റിംഗ് യൂണിറ്റിലെ മോക്ക് പോൾ ആണല്ലോ, ആരെങ്കിലും ഒരാള് ഒരു സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള നീല ബട്ടൺ അമർത്തുന്നു. ഈ നീല ബട്ടൺ അമർത്തുമ്പോൾ ആ പച്ച ലൈറ്റ് അങ്ങ് കെട്ടുപോകും, അണഞ്ഞു പോകും. ആ സമയത്ത് ഈ ചുവപ്പ് പ്രസ് ചെയ്ത സ്ഥലത്ത് ഒരു ചുവന്ന ലൈറ്റ് തെളിയും. സ്ഥാനാർത്ഥിയുടെ ലാമ്പ് ചുവപ്പ് നിറത്തിൽ തെളിയും. ആ തെളിയുന്നതോടുകൂടി വിവേപാറ്റില് ഈ സാധനം, ഈ പേപ്പർ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തെന്ന് ഒരു 7 സെക്കൻഡ് സമയം നമുക്കത് കാണാൻ പറ്റും. പ്രിന്റിൽ ഈ സ്ഥാനാർത്ഥിയുടെ ഈ ബാലറ്റ് പേപ്പറിലെ ക്രമ നമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര്, ഇതൊക്കെ അതിൽ നമുക്ക് കാണാം. ആ 7 സെക്കൻഡ് കൊണ്ട് ഈ പ്രിന്റ് മുറിഞ്ഞ് ആ ബോക്സിൽ വീഴുകയും ചെയ്യും. അത് ഡ്രോപ്പ് ബോക്സ് എന്നാണ് പറയുക, ഡ്രോപ്പ് ബോക്സ്. കൂടാതെ ഇങ്ങനെ ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒരു ബീപ്പ് ശബ്ദവും കേൾക്കും. ഈ സമയത്ത് മുറിഞ്ഞ് വീഴുന്നതോട് കൂടി കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. ആ ബീപ്പ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി എല്ലാ ലൈറ്റുകളും അണയും. വോട്ടിംഗ് പൂർത്തിയായി. നമ്മളിത് പറയുമ്പോൾ കുറേ സമയം പിടിക്കുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം വിത്തിൻ ഒരു അര മിനിറ്റ് പോലും വേണ്ടി വരുന്നില്ല എല്ലാത്തിനും കൂടി എന്നതാണ് സത്യം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് സപ്പോസ് 50ഓ 55ഓ വോട്ട് ചെയ്തെന്ന് വെച്ചോ,
ഞാൻ 50 സൗകര്യത്തിന് പറഞ്ഞതേ ഉള്ളൂ, 50 ലിമിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, 55 ഒന്നുകൂടെ ചെയ്യട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞ് ചെയ്തോട്ടെ. പക്ഷെ അതിന്റെ കണക്ക് അവിടെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു 50ഓ 55ഓ 60ഓ ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവണം, നോട്ടയ്ക്കും ചെയ്തിട്ടുണ്ടാവണം. ചെയ്തത് എത്രയാണെന്ന് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കണക്കുണ്ടാവണം. ഓരോരുത്തർക്കും എത്ര വീതം ചെയ്തു എന്നുള്ള കണക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തിരക്ക് വെക്കരുത്. ഓരോന്നും ചെയ്ത വിധം ടാലി മാർക്കിലായാലും അത് അദ്ദേഹം എഴുതിയതിന് ശേഷം മാത്രമേ അടുത്തത് ചെയ്യേണ്ടതുള്ളൂ. ഒരു വോട്ടെങ്കിലും ഒരാൾക്ക് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. ബാക്കി കുറേ എണ്ണം വേറൊരാൾക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അവസാനം ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? എലക്ഷൻ നടത്തുന്ന പോലെ തന്നെ ക്ലോസ് ബട്ടൺ അമർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. CRCയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലോസ് ബട്ടൺ അമർത്തുന്നു. ക്ലോസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം സീൽ ചെയ്തിട്ടില്ലല്ലോ, ഒന്നും കൺട്രോൾ യൂണിറ്റ് ഒന്നും സീൽ ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് തുറന്ന് നമുക്ക് റിസൾട്ട് ബട്ടൺ അമർത്തുന്നു. റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ എന്താവും? നമുക്ക് റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ ഈ സ്ക്രീനിൽ റിസൾട്ട് വരും. ആ റിസൾട്ട് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് 6. ഒന്നാമത്തെ കാൻഡിഡേറ്റ് എന്നേ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ പാർട്ടി ഒന്നും കാണിക്കില്ല അവിടെ. ഒന്നാമത്തെ കാൻഡിഡേറ്റിന്റെ വോട്ട്, രണ്ടാമത്തെ കാൻഡിഡേറ്റിന്റെ വോട്ട്, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെയും വോട്ടുകൾ കാണിക്കും. പിന്നെ നോട്ടയ്ക്ക് എത്രയാണെന്നും കാണിക്കും. ഇത് കാണിച്ചതിന് ശേഷം അപ്പോൾ ഈ കാണിച്ച എണ്ണവും നമ്മളുടെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എഴുതി വെച്ച ഉദ്യോഗസ്ഥൻ എഴുതി വെച്ച എണ്ണവും തുല്യമായിരിക്കും. ഓരോരുത്തർക്കും ചെയ്ത ആ വോട്ടും ഇവിടെ കിട്ടിയ വോട്ടും തുല്യമായിരിക്കും. ഇതിന് ശേഷം നമ്മൾ പിന്നെ VVPATലെ സ്ലിപ്പ് എടുക്കുക. അതിനകത്ത് VVPAT ബോക്സിൽ ഇത്രയും സ്ലിപ്പുകൾ മുറിഞ്ഞു വീണിട്ടുണ്ടാവും. അതെടുത്ത് എണ്ണുമ്പോഴും എന്ത് വരും? ഇവിടെ ഈ കിട്ടിയ വോട്ടുകൾ, അപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ച റിസൾട്ട് ബട്ടൺ അമർത്തിയപ്പോൾ കാണിച്ച വോട്ടുകളെല്ലാം എഴുതിയെടുക്കണം. ആ എഴുതിയെടുക്കാൻ എല്ലാവരുടെയും സഹായം വേണം. എഴുതിയെടുത്ത് അത് വെച്ചിട്ട് വേണം നമുക്ക് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടി. അപ്പോൾ ആ സ്ലിപ്പ് എണ്ണി നോക്കുക. ഓരോരുത്തർക്കും കിട്ടിയ സ്ലിപ്പും ഈ റിസൾട്ട് ബട്ടൺ അമർത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടും നമ്മൾ കമ്പാർട്ട്മെന്റിൽ വെച്ച് ചെയ്ത വോട്ടും എല്ലാം തുല്യമായിരിക്കും. അപ്പോൾ നമ്മളുടെ മെഷീൻസ് ഒക്കെ അങ്ങനെ തുല്യമാകുമ്പോൾ നമ്മളുടെ മെഷീൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സ്ലിപ്പിന്റെ പിന്നിൽ മോക്ക് പോൾ സ്ലിപ്പ്, ഈ VVPATൽ നിന്ന് എടുത്ത സ്ലിപ്പുകളെല്ലാം കൂടി നമുക്കിത് ഒരു കറുത്ത കവർ തന്നിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി, ഇത് ഇട്ട് വെക്കാൻ വേണ്ടി. അതിൽ ഇട്ട് സീൽ ചെയ്യണം. അപ്പോൾ തന്നെ സീൽ ചെയ്യേണ്ട ഒരു സാധനം അത്. പിന്നത്തേക്ക് വെക്കണ്ട, കറുത്ത കവറിലിട്ട് സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടിച്ചതിന് ശേഷം ചുവന്ന അരക്ക് വെച്ച് പ്രസ് ചെയ്ത് സീൽ ചെയ്യണം. അതിനുശേഷം ഈ കവറിന്റെ പുറത്ത് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജന്റ്സും കവറിന്റെ പുറത്ത് ഒപ്പിടണം. ആ കവറിന്റെ പുറത്ത് ഹെഡിങ് ആയിട്ട് എന്ത് എഴുതണം? VVPAT പേപ്പർ സ്ലിപ്സ് ഓഫ് മോക്ക് പോൾ, VVPAT പേപ്പർ സ്ലിപ്സ് ഓഫ് മോക്ക് പോൾ എന്ന് എഴുതി വെക്കണം. മാത്രമല്ല ആ കവറിന്റെ പുറത്ത് പോളിംഗ് സ്റ്റേഷന്റെ നമ്പർ, പോളിംഗ് സ്റ്റേഷന്റെ പേര്, കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്, നിയമസഭാ മണ്ഡലം, ഇത്രയും കാര്യങ്ങൾ കൂടി അതിന്റെ പുറത്ത് എഴുതി വെക്കുമ്പോൾ മാത്രമേ ആ പ്രോസസ്സ് പൂർണ്ണമാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട്, അതായത് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് 1 എന്നുകൂടി നോക്കാം. നമുക്കത് നെയിം ഓഫ് എലക്ഷൻ എഴുതി വെച്ചാൽ അതെല്ലാം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതിൽ ഈ കോളം വൈസ് കാര്യങ്ങളൊന്ന് നോക്ക്. നെയിം ഓഫ് കാൻഡിഡേറ്റ് 9 കാൻഡിഡേറ്റിന് അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്, നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 9 കാൻഡിഡേറ്റിൻ്റെയും പേര് നമ്മൾ അവിടെ എഴുതണം ക്രമത്തിൽ, ബാലറ്റ് പേപ്പറിലുള്ള ക്രമത്തിൽ എഴുതി. ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കേണ്ടതാണ്. ഈ സ്ലിപ്പ്, ഈ ഫോർമാറ്റ്, അതായത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്ന മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ ഫോം നമുക്ക് തന്നിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചില്ലേ വെള്ള പേപ്പറിൽ എഴുതിയതിന് ശേഷം അങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ് ഡ്യൂറിങ് ദ മോക്ക് പോൾ സമയത്ത് ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകൾ എത്രയാണ്? നോട്ട ഏറ്റവും താഴെയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ ടോട്ടൽ ഏറ്റവും അടിയിലുണ്ട്, അത് ശ്രദ്ധിക്കുക. ദെൻ നമ്പർ ഓഫ് വോട്ട് ഡിസ്പ്ലേസ്ഡ് ഇൻ CU ഓൺ ചെക്കിംഗ് ദ റിസൾട്ട്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ റിസൾട്ട് ബട്ടൺ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ വോട്ട് എത്രയാണ്? ഇത് തന്നെ ആയിരിക്കുമല്ലോ അവിടെയും കിട്ടിയിട്ടുണ്ടാവുക. അല്ലാതെ പിന്നെ ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് തന്നെ ആയിരിക്കും. ആദ്യത്തെ കോളത്തിൽ ഓരോരുത്തർക്കും ചെയ്ത വോട്ടാണ് പറയുന്നത്. ആദ്യത്തെ കോളത്തിൽ
നെയിം പറയുന്നു, സ്ഥാനാർത്ഥികളുടെ നെയിം പറയുന്നു. രണ്ടാമത്തെ കോളത്തിൽ ഓരോരുത്തർക്കും ചെയ്ത വോട്ടുകൾ പറയുന്നു. മൂന്നാമത്തെ കോളത്തിൽ ഓരോരുത്തർക്കും റിസൾട്ട് ബട്ടൺ ഞെക്കിയപ്പോൾ കിട്ടിയ വോട്ടുകളാണ് പറയുന്നത്. നാലാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് വിവിപാറ്റ് പ്രിന്റഡ് പേപ്പർ സ്ലിപ്സ് അഗെയിൻസ്റ്റ് കാൻഡിഡേറ്റ്. ഓരോ കാൻഡിഡേറ്റിനും അനുകൂലമായിട്ട് പേപ്പർ സ്ലിപ്പ്, ഈ സ്ലിപ്പ്, അതായത് വിവിപാറ്റ് സ്ലിപ്പ് ഓരോന്നും എത്ര പേർക്ക് എത്ര എണ്ണം വീതം അനുകൂലമായിട്ട് കിട്ടി, അതും ഈ എണ്ണം തന്നെ ആയിരിക്കണം. അടുത്ത കോളം റിസൾട്ട് ഡിസ്പ്ലേഡ് ഇൻ സി യു ആൻഡ് പ്രിന്റഡ് പേപ്പർ സ്ലിപ്സ് കൗണ്ട് ടാലീഡ് വിത്ത് ഈച്ച് അതർ. അത് കൺട്രോൾ യൂണിറ്റിൽ ഡിസ്പ്ലേ ചെയ്ത റിസൾട്ടും ഈ വിവിപാറ്റ് സ്ലിപ്സും ഒക്കെ ടാലി ആയിട്ടുണ്ടോ എന്നാണ്. നമുക്ക് യെസ് എന്ന് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത കോളത്തിൽ സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് വിത്ത് പാർട്ടി. അപ്പോൾ അവൻ്റെ പോളിംഗ് ഏജൻറ്റ് ഒപ്പിടുക, അത് ഏത് പാർട്ടിയുടെ ആണെന്നും കൂടി കൂട്ടത്തിൽ എഴുതി വെക്കുക. ഇതാണ് ശരിക്കും നമ്മളുടെ ഒരു മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇത് അന്നേരം എഴുതിയില്ലേ പോലും ബാക്കി കാര്യങ്ങളൊക്കെ ഈ വെള്ള പേപ്പറിലായാലും എഴുതി വെച്ച് ഇത് വൃത്തിയായിട്ട് ഒരു ഇത്തിരി സമയത്തിനുള്ളിൽ അതെല്ലാം കഴിഞ്ഞ് ഒപ്പിട്ട് ഈ ഫോമിന് കുറച്ചുകൂടെ നീട്ടമുണ്ട്, ഞാൻ മുഴുവൻ എടുക്കാത്തതാണ്. അത് പൂരിപ്പിക്കുന്ന വിധമൊക്കെ നമ്മൾ വേണമെങ്കിൽ അടുത്ത എല്ലാ ഫോമുകളും പൂരിപ്പിക്കുന്ന രീതി ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരും. ആർക്കും ഒരു സംശയമൊന്നും വേണ്ട. അത് എല്ലാ ഫോമും നമുക്ക് അനക്സറിൽ 22 അനക്സേഴ്സ് അവിടെ കണ്ടത്. ആ അനക്സറിൽ എത്രത്തോളം വേണമോ അത്രത്തോളം കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വീഡിയോയിലൂടെ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ മോക്ക് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ മോക്ക് പോൾ എന്ന് പറയുന്നത് നമ്മൾ മെഷീനുകൾ സീല് വെക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോക്ക് പോൾ. ഇതെല്ലാം ഈക്വലായി വന്നുകൊണ്ട് നമ്മുടെ മെഷീനൊക്കെ ഓക്കെയാണ്, ഒന്നും തകരാറില്ല. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇപ്പം നമുക്ക് റിസൾട്ട് കിട്ടി, ഇനി നമ്മൾ ക്ലിയർ ബട്ടൺ അമർത്തിയിരിക്കണം. ഈ ക്ലിയർ ചെയ്യാതെ മുമ്പോട്ട് പോവുകയും ചെയ്യരുത്. അപ്പോൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാം ക്ലിയർ ആയി എന്ന് കാണിക്കും. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഡിസ്പ്ലേ ചെയ്യും കൺട്രോൾ യൂണിറ്റിൽ 9. ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 0, രണ്ടാമത്തേർക്ക് 0. ഈ ക്ലിയർ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് പറയുന്നത്. 0, 3, 0, അങ്ങനെ എൻഡ് കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക്, അതായത് നമ്മൾ മെഷീനൊക്കെ സീല് വെക്കാൻ തുടങ്ങാവൂ. ഇനി മെഷീൻ സീൽ വെക്കാൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി ക്ലിയർ ചെയ്ത് നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഓർമ്മിക്കുക. എപ്പോഴും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ, ഒരു വോട്ടും അവിടെ ഈ മെഷീനിൽ ബാക്കി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. ഫോമിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഒരു സംശയങ്ങൾ പറഞ്ഞിരുന്നു. ഫോം പൂരിപ്പിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എല്ലാ ഫോമുകളും നമ്മൾ ഈ അടുത്തടുത്ത ക്ലാസ്സുകളിൽ സാമ്പിള് പൂരിപ്പിച്ച് കാണിക്കുന്നതായിരിക്കും. ക്ലാസ് എന്തായാലും ഈ ഇലക്ഷനെ സംബന്ധിക്കുന്ന പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു വരികയാണ്. സമയക്കുറവുകൊണ്ട് ഒരുമിച്ചിടാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോ ദിവസം ഒരു 3-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും മനസ്സിലാക്കാനുള്ള സമയമുണ്ട്. 9-ാം തീയതിയല്ലേ ഇലക്ഷനുള്ളൂ. അപ്പോൾ ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ ഈ ക്ലാസ്സുകൾ സൗകര്യം അല്ല എന്താ പറയണ്ടേ പ്രയോജനമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. മാത്രമല്ല നമ്മളുടെ ജീവനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.